യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ തന്നെ ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എനിക്ക് വേണ്ടതായെല്ലാം ദൈവം തരും. സഹോദരങ്ങളെ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുക. നിനക്ക് എന്തെല്ലാം ആവശ്യമെന്ന് തോന്നുന്നോ അതെല്ലാം കർത്താവ് തരുവാൻ വേണ്ടി അച്ഛൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഗാവുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഏകദിന ശുശ്രൂഷ രാവിലെ 9 മുതൽ 3 വരെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഓർക്കാം കേട്ടോ. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ നിയോഗങ്ങളുടെയും നിങ്ങളുടെ മാതാപിതാക്കളെയും എല്ലാം അച്ഛൻ ഓർക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്കും പറ്റുമെങ്കിൽ അച്ഛനോടൊപ്പം ശുശ്രൂഷ പങ്കെടുക്കാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണമേ. അച്ഛൻ ലിങ്കൊക്കെ താഴെ തരാം. അതുപോലെ തന്നെ നമ്മൾ ചോദിക്കുന്നു, കർത്താവ് നമുക്ക് തരും. അങ്ങനെ ചോദിക്കുവാനും കർത്താവിന് സ്വീകരിക്കാൻ തക്ക തരത്തിൽ മറ്റു മക്കൾക്കും അവസരം ഒരുക്കുവാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഓർത്തെ, ഒരാൾ അനുഗ്രഹം പ്രാപിച്ചാൽ ഒരാൾ നിമിത്തമായിട്ട് 10 പേർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരും അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ആര് നിമിത്തമായിട്ട് അവർ അനുഗ്രഹം പ്രാപിച്ചോ അവരും കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കും. എങ്കിൽ കുറച്ച് പേർക്കൊന്ന് ഷെയർ ചെയ്യണം, മറക്കരുത്. എല്ലാം കർത്താവ് തരും. എന്തെന്നാൽ ഫിലിപ്പി ലേഖനം 4:13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതുകൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കും. തമ്പുരാൻ തരുകയും ചെയ്യും, എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ പങ്കെടുക്കാൻ പോകുന്ന നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിലൂടെ പങ്കെടുക്കാൻ പോകുന്ന മക്കളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെള്ളിയാഴ്ച തീർച്ചയായിട്ടും 3-ാമത്തെ വെള്ളി മാതാവിൻ്റെ ഒപ്പമുള്ള പ്രത്യേക ശുശ്രൂഷകളാണ്. പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛനാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ശമിശായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വചനം ശ്രവിച്ച മക്കളും ഇനി ശ്രവിക്കാൻ പോകുന്ന മക്കളും പിന്നീട് ശ്രവിക്കുന്ന മക്കൾക്കും എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.